രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണും കാതും നിലമ്പൂരിലേക്കാണ്. നാളെ ഏതാണ്ട് ഇതേ സമയത്ത് ഇതുപോലൊരു തുറന്ന ജീപ്പിൽ നിലമ്പൂരിന്റെ പുതിയ MLA വിജയാഘോഷവുമായി നിലമ്പൂർ ചുറ്റും. അതിനു മുൻപ് ആ പെട്ടിയിലുള്ളത് എന്താണെന്ന്, നിലമ്പൂർ ഒളിപ്പിച്ചു വെച്ചത് എന്താണെന്ന് ഒരിക്കൽ കൂടി ഈ നഗര ഹൃദയത്തിലൂടെ പോയിക്കൊണ്ട് തന്നെ ആ പൾസ് നമുക്കറിയണം. വിട്ടാലോ? പോവല്ലേ? അവരുടെ അവസാന പ്രതീക്ഷകൾ എങ്ങനെയാണ് മുന്നണികളുടെ? ഷിനോ, നമ്മൾ പല സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി. നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങിയതാ. ഓട്ടോയിൽ കയറി, ഹോട്ടലിൽ പോയി, ചായക്കടയിൽ പോയി, പൾസ് തേടിയുള്ള യാത്രയായിരുന്നു. ആ യാത്രയിലൊക്കെ നമുക്ക് ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഇതൊരു രഹസ്യമാക്കി എന്തൊക്കെയോ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് നിലമ്പൂര്. അതാണ് ഇത്രയും ആൾക്കാർ ഇതുവരെ പോളിങ്ങിനായി കയറിയിട്ടുണ്ടല്ലോ. അത് തന്നെയല്ലേ അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും 12,500 സ്ത്രീ വോട്ടർമാർ ഇത്തവണ കൂടുതലായിട്ട് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ മനസ്സിൽ എന്താണ്? പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഭരണവിരുദ്ധ വികാരം അതുമായി ബന്ധപ്പെട്ട് ഒക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ് നിശബ്ദമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. അത് എന്ത് തരത്തിലാണ് പ്രതിഫലിക്കുന്നത് അറിയില്ല. അത് തന്നെ ഈ സ്ത്രീകളുടെ വോട്ട് LDF-നോട് പറയുന്ന സമയത്ത് അവർ പറയുന്നത് സ്വരാജിന് സ്ത്രീകൾക്കിടയിൽ, സ്ത്രീ വോട്ടർമാർക്കിടയിൽ ലഭിച്ചിട്ടുള്ള വലിയ സ്വീകാര്യതയുണ്ട്, അത് വോട്ടായി മാറിയിട്ടുണ്ട് എന്നൊക്കെ തന്നെ അവർ വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും അതെന്തെല്ലാം തരത്തിൽ അത് വോട്ടായി മാറുമെന്നതിന് നാളെ ഈ സമയമൊക്കെ ആകുമ്പോൾ അറിയാം. ഇപ്പോൾ തുടക്കം മുതൽ നമ്മൾ നാട്ടുകാർ അവരുടെ മനസ്സിലുള്ളതെല്ലാം പറയുന്നുണ്ട്. പല രീതിയിൽ പറയുന്ന ആളുകളെ കണ്ടു. അപ്പോൾ എല്ലാം കൂടെ നമുക്കൊരു ആശയക്കുഴപ്പമുണ്ട്. ഇപ്പോൾ തീർച്ചയായും മുന്നണികളൊക്കെ തന്നെ UDF പറയുന്നവർ ഒരു 7,000-ന് മുകളിൽ വോട്ട് ജയിക്കും. LDF പറയുന്നു നേരിയ ഭൂരിപക്ഷമാണെങ്കിൽ ഒരു 2,000 ഭൂരിപക്ഷമാണെങ്കിൽ കൂടി ഞങ്ങൾ ജയിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. BJP ആണെങ്കിൽ പറയുന്നു അവരുടെ ജയപ്രതീക്ഷയൊന്നും ഇല്ലെങ്കിൽ തന്നെ അവരൊരു 10,000 വോട്ട് അതിലേക്ക് എത്തുമെന്ന് പറയുന്നുണ്ട്. അൻവർ വലിയൊരു എമൗണ്ട് പറയുന്നുണ്ടല്ലോ. അൻവർ പലത് സമയത്ത് പറഞ്ഞിട്ടുള്ള ആളാണ്. ആദ്യം 75,000 പറഞ്ഞു, ഇപ്പോൾ 25,000, ചിലപ്പോൾ 35,000 ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നാളെ എന്തായാലും പെട്ടി പൊട്ടിക്കുന്ന കാണാൻ കാത്തിരിക്കുകയാണ്. നമ്മൾ മാത്രമല്ല, കേരളം ഒന്നായ കാത്തിരിക്കുകയാണ് നിലമ്പൂരിൻ്റെ രാജകുമാരൻ ആരാകുമെന്നറിയാം. എന്തായാലും നമ്മളിങ്ങനെ വോട്ടിൻ്റെ കണക്ക് കൂട്ടാനും കുഴിക്കാനും ഒക്കെ തുടങ്ങിയിട്ട് ദിവസങ്ങൾ ഒരുപാടായി. എന്തായാലും ഈ വോട്ട് ചെയ്ത നിലമ്പൂരുകാർക്ക് എന്താണ് പറയാനുള്ളത്? സ്വരാജ് ജയിക്കും. നമുക്കിത് പ്രശ്നമൊന്നുമില്ല. ഇല്ല. അൻവർ എത്ര വോട്ട് പിടിക്കും? 5,000 വോട്ട് പിടിക്കും. 5,000? അൻവർ പറഞ്ഞ 70,000 വോട്ട് പിടിക്കുന്ന പറച്ചില്ലല്ലേ? വോട്ടും കൂടെ ചെയ്യണ്ടേ? 90% വാപ്പുട്ടി ജയിക്കും. 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവും. അൻവർ 75,000 വോട്ടിന് ജയിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ മറ്റവർക്കാർക്ക് വോട്ടില്ല. അൻവർ ഉണ്ട ഉണ്ട TV-യിൽ വരണം. ഇത് TV-യിൽ വരണം എന്ന് പറയാം. അൻവർ ഉണ്ട ജയിക്കും, ഉണ്ട. ഇങ്ങനെ ആലോചിക്കുന്നത് മുഴുവൻ വാപ്പുട്ടി ഒന്ന് ജയിക്കണമെന്നുള്ളതാ. ഇവിടെ സ്വരാജ് ജയിക്കും. ഇവിടെ സ്വരാജേട്ടൻ ജയിക്കും. നമ്മൾക്ക് നമ്മളൊരു സ്ഥാനാർത്ഥിയുണ്ട്, അത് സ്വരാജാണ്. ചൗക്കത്തിലേ ജയിക്കുള്ളൂ. മറ്റന്നാ പത്രത്തിൽ ആര് ചിരിച്ചോണ്ടിരിക്കും? അതൊരു ചോദ്യമാണ്. സാധ്യത ഷൗക്കത്തിനാണ്. ആളെന്തായാലും ഷൗക്കത്ത് ജയിക്കും. നമ്മള് നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ഓടിച്ചു തുടങ്ങി യാത്രയാണ്. ഓട്ടോയിൽ പോയി, ഹോട്ടലുകളിൽ പോയി, നാട്ടുകാരുടെ ഇടയിലൂടെ അങ്ങ് സഞ്ചരിച്ചു. ഇനി ഇതുപോലെ തുറന്ന ജീപ്പിൽ നാളെ ആരായിരിക്കും സഞ്ചരിക്കുക എന്നുള്ളത് മാത്രമേ കാണാനുള്ളൂ. അത് കണ്ടു തന്നെ അറിയാം അല്ലേ? നമുക്ക് വിട്ടല്ലോ. അപ്പോൾ ഓക്കെ, നമ്മൾ പോവാണ്. ടീം മാതൃഭൂമി ന്യൂസ് നിലമ്പൂർ.